മന്ത്രവാദി പോയിട്ടാ അവിടുത്തെ പൊന്നാര ചങ്ങായിമാരെ. ഇന്ന് ഞങ്ങളെ നാട്ടിലൊക്കെ കളി കാണാനേ പോർച്ചുഗൽ, ബ്രസീൽ, സ്പെയിന്, ഫ്രാൻസ് ഇങ്ങനെയുള്ളതിൻ്റെ ഫാൻസ് മുഴുവൻ കളി കാണാൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അർജൻറ്റീന എന്ത് തോൽക്കും, മന്ത്രവാദി പൊടി ഉതിക്കണമല്ലോ, അതുകൊണ്ട് അർജൻറ്റീന തോൽക്കും. കളിയാണ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടെ ന്യായീകരണം എന്താ പറയുക, 90 മിനിറ്റിൽ നിങ്ങൾ ജയിച്ചിട്ടില്ലല്ലോ. ഏത് ഇങ്ങനത്തെ ലോക്കൽ ടീം. അപ്പോൾ സ്പെയിൻ ഏറ്റവും 90 മിനിറ്റ് സമനില ആയത് ചോദിച്ചപ്പോൾ അത് സ്പെയിന് ഫുൾ ടീമില്ലല്ലോ. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അതായത് ആഗ്രഹിച്ചു പോകേണ്ട എങ്ങനെ വെച്ചാൽ അർജൻറ്റീന എങ്ങനെയെങ്കിലും തോറ്റു കിട്ടുമെന്നുണ്ടല്ലോ, അത് മാത്രം മതി. ഈ പറഞ്ഞ സാമ്പാർ ടീമിന് മുഴുവൻ ഓലൊക്കെ ഒരുമിച്ച് ഓല് സ്വന്തം ടീം പുറത്തുപോയാലും വേണ്ടിയില്ല, അർജൻറ്റീന തോറ്റണ്ടാ മതി, ആ രീതിയിലാണ്. 90 മിനിറ്റ് കഴിഞ്ഞുകാണ്ടുള്ള സമയമുണ്ടല്ലോ, 30 മിനിറ്റ്, അത് കൂട്ടൂലല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു CR7 ആ ഒരു മൊയ്ത് ഓൻ പറഞ്ഞത്. അപ്പം നമ്മളൊരു ചോദ്യം ചോദിച്ചു കേട്ടോ, നിലവിലെ ചാമ്പ്യന്മാർ ഞങ്ങളാന്ന് പറഞ്ഞപ്പോൾ പെനൽറ്റി അടിച്ച് കണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ കളിക്ക് റൊണാൾഡോ എങ്ങനെ ഗോളടിച്ചതെന്ന് ചോദിച്ചപ്പോൾ റൊണാൾഡോ ഗോളടിച്ച പെനൽറ്റി അതെന്താ കളിയിലില്ലേന്ന്, ഏത് പെനൽറ്റി കളിയില്ലേ. അപ്പം ഞങ്ങളടിച്ച 5 എണ്ണം കഴിഞ്ഞ വേൾഡ് കപ്പിലുണ്ടെങ്കിൽ അതെന്താ കളിയിൽ ചോദിച്ചപ്പോൾ അത് കൂട്ടൂല, അത് ഫിഫ ആണല്ലോ. ഏത് ഫിഫ. ആ ഫൈനലിൽ അർജൻറ്റീനക്ക് 2 പെനൽറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇമാരി പറഞ്ഞാൽ എന്താ ഒരു പൊടി ഊതിയ ഒരാൾ, മന്ത്രവാദി പൊടി ഊതിയോണ്ട് തോൽക്കും പറഞ്ഞുകൊണ്ടാണോ എല്ലാം TV-ൻ്റെ മുമ്പൊക്കെ വന്നിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥ. അപ്പം അങ്ങനെ ഏറെക്കുറെ ഇക്കുറി ഞങ്ങൾ തൂക്കും.